നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ജയപാലിന്റെ ക്രൂരതയില് നിവിൻ ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. അയാള് ബൈക്കെ കൊണ്ട് കാർ ഇടിപ്പിച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി പോവാണ്. കൃത്യസമയത്ത് തന്നെ രാഗിണി അവിടേക്ക് വന്നു. രാഗിണിയാണ് അങ്ങനെ നിവിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. പക്ഷെ ഇതൊന്നും കാവേരിയോ ആരോട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിളമോള് കിടക്കുന്ന ഹോസ്പിറ്റലിലേക്കാണ് രാഗിണി അവനെ കൊണ്ട് പോകുന്നത്. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ അതായിരുന്നു. ആ സമയത്ത് കാവേരി എന്ത് ചെയ്തു? അവിടെ റിസപ്ഷനിൽ പോയി ഒന്ന് അന്വേഷിക്കാം എന്ന് കരുതിയിട്ട് അവിടെ പോയി ഇങ്ങനെ ചോദിക്കുകയാണ്. ക്യാഷ് അടയ്ക്കാൻ പറ്റിയിട്ടില്ല, കുറച്ച് ലേറ്റ് ആവും, എങ്ങനെയെങ്കിലും നീളമോളുടെ സർജറി കാര്യങ്ങളൊന്നും നടത്താവോ, ക്യാഷ് അടച്ചോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എമൗണ്ട് പേ ചെയ്യാതെ അവരെന്താണെങ്കിലും ഒന്നും ചെയ്യത്തില്ല. ഒടുവില് കാവേരി ചോദിച്ചു, അല്ല ഇങ്ങനെ ഈ കുട്ടികളുടെ സർജറി ഒക്കെ നടത്തുന്ന എന്തെങ്കിലും സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അതിനൊക്കെ സമയം വേണം. അതൊക്കെ നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്തിടേണ്ട കാര്യങ്ങളാ. ആ കൃത്യസമയത്ത് വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നേരത്തെ തന്നെ മുൻകൂടി തന്നെ ബുക്ക് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. പക്ഷെ ഇവിടെ ഇപ്പൊ അത് പ്രാക്ടിക്കൽ അല്ലെന്ന് പറഞ്ഞു. ആ പ്രതീക്ഷയും കാവേരിക്ക് പോയി. കാവേരി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പോഴേക്കുമാണ് നിവിനെയും കൂടി രാഗിണി അങ്ങോട്ടേക്ക് വരുന്നത്. നേരെ ICUവിലാണൊക്കെയാണ് നിവിനെ കയറ്റുന്നത്. പക്ഷെ കാവേരി കണ്ടില്ല രാഗിണിയോ അല്ലെങ്കിൽ നിവിന് ആക്സിഡന്റ് ആയ കാര്യമോ കാവേരിയായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാര്യം പറഞ്ഞാൽ കാവേരി തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. കാവേരിയുടെ മനസ്സെന്നറിയും നിളമോളുടെ സർജറി ആയിരുന്നല്ലോ. അതുകൊണ്ട് നിവിന് ആക്സിഡന്റ് ആയ കാര്യമായിട്ട് കണ്ടതും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നരൻ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഭയങ്കര വിഷമായിരുന്നു. കാരണം അവന്റെ കല്യാണം കൂടണം എന്നൊരാഗ്രഹം അവർക്കുണ്ട്. ഇനിയിപ്പോ എത്ര കാലം ജീവിച്ചിരിക്കും തങ്ങള്? അമ്പയും മുത്തശ്ശിക്കും രഘുവരനും ആ കാര്യത്തിൽ ടെൻഷനായിരുന്നു. തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവന്റെ വിവാഹം നടത്തിയില്ലെങ്കിൽ പിന്നെ അവൻ ഒരിക്കലും കല്യാണം പോലും കഴിക്കുമെന്ന് തോന്നില്ല. അല്ലെങ്കിലും നരന് കല്യാണം കഴിക്കാനൊരു താല്പര്യമില്ല. അതൊക്കെ ഓർത്ത് അവർക്ക് നല്ല വിഷമമാണ്. വരുന്ന ആലോചനകളെല്ലാം ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് മുടക്കിക്കൊണ്ടിരിക്കുക. പിന്നീട് നരൻ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ നരൻ അടുത്തില്ല. നരൻ പറഞ്ഞു, എനിക്ക് വിവാഹമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞ കാര്യല്ലേ. മുത്തശ്ശി പറഞ്ഞു, എടാ മോനെ ഇങ്ങനെ പറയരുത്. നിന്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഞങ്ങൾ എന്ത് പ്രതീക്ഷയോടെ നിന്നെ വളർത്തിയെന്നറിയാലോ. പ്രായപൂർത്തിയായി കഴിഞ്ഞ് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കാൻ പ്രാപ്തമായപ്പോൾ മുതൽ നിന്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് പറയണല്ലേ. മുത്തശ്ശി ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ ഇങ്ങനെ സംസാരിക്കരുത്. എനിക്കിപ്പോ വിവാഹം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ടപ്പോ രഘുവരൻ പറഞ്ഞു, എത്ര കാലം നീ ഇങ്ങനെ നിൽക്കാനാടാ? ഞാൻ പറഞ്ഞല്ലോ എത്ര കാലം വേണേലും ഞാൻ ഇങ്ങനെ നിന്നോളാം. ഓഹോ, അപ്പൊ ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് കല്യാണം കാണാൻ പറ്റില്ല? എവിടുന്ന്? അതിന് നിങ്ങളുടെ കണ്ണടയാനൊന്നും പോകുന്നില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തമാശ രീതിക്ക് എടുക്കണം നരന്. പക്ഷെ അംബിക മുത്തശ്ശിക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. കുറച്ചു കഴിഞ്ഞ ഗായത്രി അങ്ങോട്ട് വന്നിട്ട് ഗായത്രിയും പറയുന്നുണ്ട് നരനോട് കല്യാണക്കാര്യത്തെ കുറിച്ച്. പക്ഷെ നരൻ അടുത്തില്ല. നരന് കല്യാണം വേണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി. അന്നിങ്ങനെ കിടക്കുന്ന സമയത്ത് അംബിക മുത്തശ്ശിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ കല്യാണത്തിന് സമ്മതിക്കുന്നില്ലോ എന്നൊരു ചിന്തയായിരുന്നു. ഒടുവിൽ കിടക്കുന്ന സമയത്ത് രഘുവരനോട് അത് പറഞ്ഞിട്ട് മുത്തശ്ശി കരയുവാണ്. ഇങ്ങനെ പോയ എന്ത് ചെയ്യും രഘുവേട്ടാ? കാരണം നമ്മൾ എത്ര കാലം ഉണ്ടാവുന്ന പോലും അറിയത്തില്ല. അവന്റെ കാര്യത്തിലൂടെ ഒരു തീരുമാനം എടുക്കാതെ ഈ കുടുംബം തന്നെ അന്യാധീനം നിന്ന് പോയില്ലേ. 2 മക്കളുണ്ടായിരുന്നു, അവര് നേരത്തെ അങ്ങോട്ട് പോയി. അപ്പൊ ഇവന്റെ കാര്യമെങ്കിലും ഒന്ന് കഴിയണമെന്ന് ഓർത്തിരുന്നിട്ട് അതൊന്നും നടക്കുന്നില്ല. അങ്ങനെ കുറെ പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞിട്ടൊക്കെയാണ് കിടക്കുന്നത്. ഒന്നുറയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് അംബിക മുത്തശ്ശിക്ക് തോന്നി. അംബിക മുത്തശ്ശി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പിടയ്ക്കുവാണ്. അത് കണ്ടോണ്ട് അതിന് രഘുവരൻ ഞെട്ടി ഉണർന്നേ. അങ്ങനെ പെട്ടെന്ന് മുത്തശ്ശിനെ എഴുന്നേറ്റ് നോക്കി കഴിയുമ്പോഴത്തേനും കിടന്ന് പിടയ്ക്കുന്നതാണ്ട് ശ്വാസം കിട്ടാതെ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പുറത്തേക്ക് ഇറങ്ങിയിട്ട് അലറി വിളിച്ച്, ഗായത്രി, എടാ ശിവരാജ, നരന, എടാ മോനെ ഓടി വാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലറി വിളിച്ചു. അപ്പോഴേക്കും ആദ്യം ഗായത്രിയാണ് എഴുന്നേറ്റ് വന്ന്, എന്താച്ചാ അതെ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല, ശ്വാസം കിട്ടുന്നില്ല എന്ന് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നരന് ഓടി വന്നു. എന്താന്ന് ചോദിച്ചു. അപ്പോഴേ ആ സമയത്തൊക്കെ അംബിക മുത്തശ്ശി കിടന്ന് പെടയുവാണ്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പോഴും ശിവരാമൻ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവര് ആ രാത്രി തന്നെ മുത്തശ്ശിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം മുത്തശ്ശിക്ക് ഒരു കുറവായി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുവാണ്. പക്ഷെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മുത്തശ്ശിയുടെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. വന്നിറങ്ങുന്ന സമയത്ത് നരൻ പറഞ്ഞു, ദേ മുത്തശ്ശി,
ഇനി ഇങ്ങനെയൊന്നും ഉണ്ടായേക്കില്ല. പറഞ്ഞു കേട്ടല്ലോ, ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതെ, എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നീ വിചാരിക്കണമെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് കയറിപ്പോകുമ്പോഴത്തേനും ഗായത്രി കയ്യെ പിടിച്ച് മുത്തശ്ശിയെ മുറി കൊണ്ടേ ആക്കണം. അങ്ങനെ മുറി കൊണ്ടേ ആക്കിയിട്ട് തിരികെ വരുമ്പോഴത്തേനും ശിവരാമൻ വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ പറ്റി എന്റെ തള്ളക്കെന്ന് ചോദിച്ചു. ഇത് എന്ത് പരിപാടിയാ ശിവരാമേട്ട കാണിച്ചേ? ഇന്നലെ രാത്രി അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ശിവരാമേട്ടനൊന്നും അന്വേഷിച്ചു പോലും ഇല്ലോ. പിന്നെ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കവോ? പിന്നെ അത്ര മാത്രം ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ട്. പിന്നെ എനിക്കതല്ലേ സമയം. ആ കിളവ് തട്ടിപ്പോയെന്നില്ലല്ലോ. എന്തൊക്കെ പറയണെന്ന് ചോദിച്ചു. കാരണം ഗായത്രിക്ക് സഹിക്കാൻ പറ്റുമോ സ്വന്തം അമ്മയെക്കുറിച്ച് അയാൾ ഇങ്ങനെ പറയണേ? എടി, ആ കിളവനും കിളവിയും കൂടെ ഒന്ന് ചത്തുപോയാൽ മതിയായിരുന്നു. ഒന്ന് പതുക്കെ പറ ശിവരാമേട്ട. മുറുക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അവർ തട്ടിപ്പോവാ. അങ്ങനെയാണെങ്കിൽ തട്ടിപ്പോട്ടെ, ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. എല്ലാം കൈയടക്കി വെച്ചിരിക്കുമല്ലേ. നാണമുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പറയാനായിട്ട് എന്ന് ഗായത്രി ചോദിച്ചു. കിടക്കുന്നത് അച്ഛന്റെ അമ്മയുടെ വീട്ടിലാ, പിന്നെ അവരുടെ സ്വത്തുക്കൾ അനുഭവിച്ച് കിടക്കുന്നു. എന്നിട്ട് നാണമില്ലാതെ പറയാൻ വേണ്ടിയിട്ട്. എടി, എനിക്ക് നാണമില്ലടി. എല്ലാം ആ കൊച്ചുമാന്റെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി ഇരിക്കുമല്ലേ കിളവനും കിളവും കൂടെ. തട്ടിപ്പോവാണെ ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ ഗായത്രിക്ക് നല്ല ദേഷ്യമായി. ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഭർത്താവാണെന്ന് ഞാൻ നോക്കത്തില്ല. കേട്ടല്ലോ, അവനിങ്ങ് കേൾക്കണ്ട. നരനെങ്ങാനും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പിന്നെ ബാക്കി വെച്ചേക്കില്ല എന്ന് പറഞ്ഞു. അത് ശിവരാമന് നന്നായിട്ടറിയാം. നരന്റെ കൈയുടെ ചൂട് നേരത്തെ അറിഞ്ഞിട്ടുള്ളതാണ്. പിന്നീട് ഗായത്രി ദേഷ്യത്തോടു കൂടി അകത്തേക്ക് ഈർപ്പി. അപ്പോഴേക്കും നരൻ ചെന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു, എന്താ മുത്തശ്ശിക്ക് ഇന്നലെ എന്ത് പറ്റിയതാ? അപ്പോഴേക്കാണ് രഘുവരൻ പറയണേ, നിന്റെ കാര്യം പറഞ്ഞോണ്ട് ഇന്നലെ കിടന്ന, നിന്റെ കാര്യം ഓർത്തിട്ട് മുത്തശ്ശിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അത് ഓർത്തിട്ട് കിടന്ന അതാ സങ്കടം. നിന്റെ കല്യാണക്കാരൻ തന്നെയാന്ന് പറഞ്ഞു. മുത്തശ്ശി ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ? എടാ മോനെ, നീ ഒരു കല്യാണം കഴിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സമാധാനമുള്ളൂ. കല്യാണത്തിന് ഒന്നും സമ്മതിക്കാൻ പറഞ്ഞു. ഒടുവിൽ അവന് സമ്മതം മൂളേണ്ട വന്നു. മുത്തശ്ശിക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. നരൻ പറഞ്ഞു, ശരി, ഏതെങ്കിലും ഒരു പെൺകുട്ടി ആലോചിച്ചോ, ഞാൻ റെഡിയാന്ന് പറഞ്ഞു. നല്ല ആലോചന കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. രഘുവരൻ പറഞ്ഞു, പിന്നെ ആലോചന വന്നു കഴിയുമ്പോൾ അതും ഒന്നും പറയരുത്, അങ്ങനൊന്നും പറയില്ല എന്ന് പറഞ്ഞു. അതേ സമയത്ത് വിനീതിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വിനീത് പിന്നെ പള്ളിയിൽ അച്ഛനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവിടുന്ന് പോന്നപ്പം ഇവിടുത്തെ സ്കൂളില് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറെ യൂണിഫോം തയ്ച്ചു കൊടുക്കാൻ ഏറ്റിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു പള്ളിയിലച്ഛനാണ് ആ കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓർഫനേജിലെ കുട്ടികൾക്കുള്ള യൂണിഫോം കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നേരത്തെ വന്ന അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ, സ്കൂൾ യൂണിഫോമത്തിന്റെ കാര്യങ്ങളൊക്കെ വിനീത് ഏറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനെ കാണാൻ ചെന്നു. അച്ഛൻ പറഞ്ഞു, അല്ല വീടും കാര്യങ്ങളൊക്കെ കിട്ടിയോന്ന് ചോദിച്ചു. വീട് കിട്ടി. തൽക്കാലത്തേക്ക് മെഷീൻ അവിടെ ഇട്ട് തയ്ക്കാന്ന് കരുതിയിരിക്കുന്നേ. അല്ല, തനിക്കൊരു മുറി എവിടെയെങ്കിലും എടുത്ത് അവിടെ ഇരുന്ന. തൽക്കാലത്തേക്ക് ഇപ്പം വീട്ടിലിട്ട് തയ്ക്കാന്ന് ഓർത്ത് അച്ഛായിരിക്കുന്നേ. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അപ്പുറത്തെ സ്റ്റാഫ് ഉണ്ട്, ഞാൻ അയാളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയാളോട് കൊടുത്തിട്ടുണ്ട്. പോയി തുണിയൊക്കെ വാങ്ങിച്ചിട്ട് പോയിക്കോ. പിന്നെ എന്ന് തയ്ച്ചു കൊടുക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിനീത് പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റച്ചാന്ന് പറഞ്ഞു. പിന്നീട് അച്ഛൻ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും വിനീത് അച്ഛനെ വിളിച്ചിട്ടുണ്ട്. അച്ഛ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ അച്ഛനോട് എൻ്റെ അനുജത്തിക്കുട്ടിയുടെ സർജറിക്ക് വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നേ. ഞാൻ ആ കാര്യം ചോദിക്കാൻ മറന്നുപോയി. അവളുടെ സർജറിയും കാര്യങ്ങളും നടന്നോന്ന് ചോദിച്ചു. ഇല്ല അച്ഛോ എന്ന് പറഞ്ഞു. അതെന്ത് പറ്റി? പിന്നീട് വിനീത് നടന്ന സംഭവങ്ങളൊക്കെ പറയണം. അവിടുന്ന് പോകുന്നതും പിന്നീട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ക്യാഷ് നഷ്ടമായ എല്ലാ കാര്യങ്ങളും. അച്ഛൻ എന്തേലും ചെയ്യാൻ പറ്റുമോ? ക്യാഷ് എന്തേലും സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, അത്രയും ക്യാഷും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ അങ്ങനെ എടുത്തു തരാനായിട്ടില്ല. പിന്നെ ഇതൊക്കെ ചെയ്യുന്ന എന്തേലും സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ശരിയാകത്തില്ല. അതിനൊക്കെ കുറെ സമയം കാര്യങ്ങളും വേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലേ. വിനീതിന് ആ പ്രതീക്ഷയും പോയി. അങ്ങനെ ഒടുവിൽ ആ പ്രതീക്ഷ ഉണ്ടായിരുന്നു, അച്ഛനെ കണ്ടൊരു സഹായം ചോദിക്കാന്നുള്ള. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ വിനീത് ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് തിരികെ പോരുന്നത്. ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റില്ല. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും. അപ്പം പൈസ എന്തിയേ, ഇതുവരെയായിട്ട് എന്താ ക്യാഷ് കെട്ടാത്തേന്ന് ആ ഒരു ടെൻഷനിലായിരുന്നു വിനീതും. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.